Hello guys, it's me Catchy camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫി പാർട്ട് 5. യെസ്, നമ്മൾ 5 എപ്പിസോഡാണ് കടന്നിരിക്കുന്നത്. 1, 2, 3, 4 കാണാത്തവരൊക്കെ അത് പോയി കാണാം. ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫി പാർട്ട് 3ക്ക് 1992 വ്യൂവേഴ്സായി, അതായത് 2K അടുത്ത് എത്താറായി. നിങ്ങളെല്ലാവരും കൂടി അതൊന്ന് ഇതാക്കി ഒരു 2K അടിച്ച് തരണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാണാനാണ് ഞാനിവിടെ വരെ എത്തിയത്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തതിൽ ആകെ 3 ഫോട്ടോയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫി പാർട്ട് 5 ആയതുകൊണ്ട് 5 ഫോട്ടോയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഫോട്ടോസ് ഡേ ഇതൊക്കെയാണ്. Purchase your tracks today. I'm a bad guy. Duh. I'm a bad guy. സോ ഫസ്റ്റ് ഫോട്ടോ ചെയ്യാനായിട്ട് നമുക്കിതേ ഒരു കുപ്പി വേണം. അതിപ്പോൾ കിൻഫിഷറിൻ്റെ കുപ്പിയാണ് നല്ലത്. കാരണം നമ്മൾ കിൻഫിഷറിനെയാണ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് കിൻഫിഷറിൻ്റെ കുപ്പി തന്നെ എടുക്കുക. കുപ്പി ഇതുപോലെ വെച്ച് ഫോട്ടോ എടുക്കുക. പിന്നെന്താ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ലെൻസ് ബ്ലറിൽ പോയിട്ട്, അതിന് മുമ്പ് നമ്മളിത് നേരെ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ലെൻസ് ബ്ലറിൽ പോവാതെ ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ അതങ്ങോട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽസ് കൂട്ടിയിടുക. അത് കഴിഞ്ഞിട്ട് നേരെ ടിക്ക് കൊടുത്തിട്ട് ഡബിൾ എക്സ്പോഷറിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച കുപ്പിയുടെ ഫോട്ടോ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നേരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒപ്പാസിറ്റി ഒക്കെ കൂട്ടിയിടണം കേട്ടോ. ഒപ്പാസിറ്റി കുറച്ചിട്ടാൽ ഭംഗി പോകും. ഒപ്പാസിറ്റി ഫുള്ളായി കൂട്ടിയിട്ടിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ വ്യൂ എഡ്സിൽ പോവുക, ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക, പെൻസിലിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഇൻവേർട്ട് കൊടുക്കുക. കുപ്പിയുമ്പോൾ മാത്രം ഒന്ന് ബ്ലർ ചെയ്യുക. എന്നിട്ട് പിന്നെ ഇൻവേർട്ട് കൊടുത്താൽ കുപ്പി ഒഴിച്ച് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്ലറായി ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കിൻഫിഷറിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതായാലും മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ലെൻസിൻ്റെ മുകളിൽ കിൻഫിഷറിനെ വെച്ച ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ PNG രൂപത്തിലല്ല കിട്ടിയത്. അത് PNG ആക്കാനായിട്ട് കട്ടൗട്ടിൽ പോയിട്ട് അതുമ്മ മാത്രം ഒന്ന് ഇറേസ് ചെയ്തിട്ട് ഇതേ കണ്ടില്ലേ, അത് നേരെ PNG ആക്കി സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ കുപ്പിയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. നല്ലോണം സൂം ചെയ്ത് അതിൻ്റെ സൈസ് നല്ലോണം കുറച്ച് അതൊന്ന് അങ്ങടും ഇങ്ങടും വേണമെങ്കിൽ ഒന്ന് ചെരിച്ചും മറിച്ചൊക്കെ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇറേസറിൻ്റെ ടൂളിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കാലൊന്ന് ഇറേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റോറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പാസിറ്റി നല്ലോണം കുറച്ചിട്ട് ഹാർഡ്നെസ്സും അതുപോലെ തന്നെ നല്ലോണം കുറച്ചിട്ടിട്ട് ആ കാലൊന്ന് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാല് മര്യാദയ്ക്ക് കിട്ടിയില്ല, അത് കുപ്പിയുടെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ കറക്റ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ചെയ്ത് എന്നിട്ട് ടിക്ക് കൊടുക്കുക. Purchase your tracks today. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നേരെ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് റൂമിലിട്ട് ചെറുതായിട്ടൊന്ന് റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ അവസാനം ഇതുപോലെ കിട്ടും. സോ അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കൊരു ഇലയുടെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഏത് ഇലയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കൊള്ളിയിലെ കപ്പ അതിൻ്റെ ഇല എടുത്താലും മതി. അപ്പോൾ നമുക്കതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക. കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി വെച്ച് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ലുക്സിൽ മോർണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലെൻസ് ബ്ലറിലേക്ക് പോവുക. എന്നിട്ട് അതൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ബ്ലർ ചെയ്ത് കൊടുക്കുക.
കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ഫോട്ടോ നമ്മുടെ ഡബിൾ എക്സ്പോഷറിൽ പോയിട്ട് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നല്ലോണം കൂട്ടിയിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ വ്യൂ എഡിറ്റ്സിൽ പോവുക. ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ പെൻസിലിനെ സെലക്ട് ചെയ്തിട്ട് മറ്റേ ഇൻവേർട്ട് കൊടുത്തിട്ട് ഡബിൾ എക്സ്പോഷർ 0 ആക്കിയിട്ടിട്ട് നമ്മുടെ കൈയും ലീഫും ഇതുപോലെ ആക്കി പിന്നെ ഒന്ന് ഇൻവേർട്ട് കൊടുത്താൽ നമുക്ക് ഫോട്ടോ ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്ക് നേരെ പിക്സാർട്ടിൽ ആഡ് ചെയ്യുക. പിക്സാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മുടെ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോയാൽ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ട് ഡ്രോയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. എന്നിട്ട് ആ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒരു 25-35 ആക്കി വെക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറ് ബ്ലാക്ക് ആണ് ഇപ്പോൾ കിടക്കുന്നത്, അത് വൈറ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഫിന്റെ ചുറ്റൊരു ബോർഡർ വരച്ചു കൊടുക്കാം. Purchase your tracks today. വരച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഇത്തിരിയും കൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ അവിടെ ഞരമ്പുകളൊക്കെ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ നേരെ സേവ് ചെയ്യുക. ഇവിടുത്തെ 2-3 കുത്തുണ്ട്. 3 കുത്തിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ സേവ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ല സേവ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ ചെറുതായിട്ടൊന്ന് ലൈറ്റ് റൂമിലിട്ട് എഡിറ്റ് ചെയ്താൽ ഇതുപോലെ കിട്ടും. അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഒരു 10 കോയിൻ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ കോയിൻ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇത്തിരി പഞ്ചസാര വെതറിയ നമുക്ക് നമ്മുടെ സാധനം കിട്ടി. ഇത്തിരി പഞ്ചസാര എടുത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് നേരെ നമ്മുടെ കോയിന്മേൽ ഫോക്കസ് ചെയ്യുക. എക്സ്പോഷർ നല്ലോണം കുറച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കുക. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും എടുത്ത് വെക്കേണ്ട. എന്നിട്ട് നമ്മുടെ ഫോട്ടോ നേരെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നേരെ ടൂൾസിൽ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ആ സർക്കിൾ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ട്രാൻസാക്ഷൻ നല്ലോണം കുറച്ചിടണം. ട്രാൻസാക്ഷൻ നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ആ സർക്കിൾ നല്ലോണം ചുരുക്കി നമ്മുടെ ആ കോയിൻ്റെ സൈസിലാക്കിയിട്ട് കോയിൻ മാത്രം ബ്ലർ ആവാത്ത രീതിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ലെൻസ് ബ്ലർ കൂട്ടിയിടുമ്പോൾ ആ പഞ്ചസാര ഒക്കെ ഒരു ബൊക്കെ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. Purchase your tracks today. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ബൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ബ്ലഡ് സ്ട്രെങ്ത് കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇമോജി നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. അതിന് ട്യൂൺ ഇമേജിൽ പോയിട്ട് എല്ലാം ഒന്ന് കൂട്ടി കുറച്ചിടുക. ഇപ്പോൾ ബ്രൈറ്റ്നെസ് ഞാൻ +6 ആണ് കൊടുക്കുന്നത്. കോൺട്രാസ്റ്റ് ഞാൻ ഇത്തിരി നല്ലോണം കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ ഇത്തിരി സാച്ചുറേറ്റഡ് ആയിക്കോട്ടെ. പിന്നെ ആംബിയൻസ് ഒക്കെ ഇത്തിരി കൂട്ടിയിടുക. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഏറ്റവും അവസാനം വരുന്നത് വാംത്ത് പറഞ്ഞ ഓപ്ഷനാണ്. അത് നല്ലോണം കൂട്ടിയിടുക. എന്നാലാണ് നമുക്കിത് ഈ മഞ്ഞ കളർ വരുള്ളൂ. അത് നല്ലോണം കൂട്ടിയിട്ടിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. വ്യൂ എഡിറ്റ്സിൽ പോവുക. ആ നമ്മൾ ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ പെൻസിലിന് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഇൻവേർട്ട് കൊടുത്തിട്ട് നമ്മുടെ കോയിന്മ മാത്രം ഇത്ര കളർ വേണ്ട, കാരണം ഒരു വൃത്തി വരുന്നില്ല. അതൊരു 50 ആക്കിയിടുക. ട്യൂൺ ഇമേജ് 50 ആക്കിയിട്ടിട്ട് 50 25 75 അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ നേരെ എക്സ്പോർട്ട് ചെയ്യാം. സോ അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കൊരു ഇല ആവശ്യമുണ്ട്. ഇല ഇതുപോലെ കീറി ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കീറി ഒരു ബ്ലാക്ക് തുണിയിൽ വെച്ച് ഫോട്ടോ എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് റൂമിലോ സ്നാപ്സീഡിലോ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കുക. അത് കഴിഞ്ഞിട്ട് അത് നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൽ സ്റ്റിക്കർ എടുത്തിട്ട് അവിടെ ഫയറിന് സെർച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫയർ കാണാൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക.
ഒപ്പാസിറ്റി ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് അത് നേരെ ഒന്ന് സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇറേസറിൻ്റെ ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ഇങ്ങനെ ലെമയ്ക്കൊക്കെ തീ കയറി വന്നൊക്കെ ഇറേസ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഒപ്പാസിറ്റി ഇത്തിരി കുറച്ചിട്ടിട്ട് ഒരു 60-70 റേഞ്ചിലിട്ടിട്ട് പിന്നെ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ലൈറ്റും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്യുക. അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കൊരു എഗ്ഗിൻ്റെ ആവശ്യമുണ്ട്. ഒരു മുട്ട നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് അത് നമുക്ക് ഫോക്കസ് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഫോട്ടോ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മുടെ ലെൻസ് ബ്ലറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് ബ്ലർ ചെയ്തിട്ട് ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മുടെ ഷാർപ്പനിങ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് സെറ്റ് ആക്കുക. ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൂൾസിൽ മോർണിംഗ് സെലക്ട് ചെയ്യുക. മോർണിംഗ് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷാർപ്പണൊക്കെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മുട്ട പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒപ്പാസിറ്റി നല്ലോണം കൂട്ടിയിട്ടിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വ്യൂ എഡിറ്റ്സിൽ പോവുക, പെൻസിലിൻ്റെ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പെൻസിലിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൈയും മുട്ടയും മാത്രം ബ്ലർ ചെയ്യുക, ഇൻവേർട്ട് കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലറായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ടിക്ക് കൊടുക്കുക. കറക്റ്റായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് അടിച്ചിട്ട് ടൂൾസിൽ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുപോയിട്ട് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ അവിടെ കാണിച്ചു തരാം. അതിൻ്റെ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് കൊടുത്തിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച് പിക്ക് നേരെ നമ്മുടെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുക. ഈ ഫോട്ടോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമോജീസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെക്ടേഴ്സ് ഇമോജി ഫേസസ്ന്നോ വെക്ടേഴ്സ് ഇമോജീസ്ന്നോ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഓപ്പൺ ആയി വരും. അപ്പോൾ അവിടെ ഇമേജസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. അവിടെ കുറേ എണ്ണുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതാണ് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്യുക. Purchase your tracks today. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ അതിൻ്റെ ബെല്ലൈക്കൺ അപ്പുറം തന്നെ ഒരു ബെല്ലൈക്കൺ പൊന്നി വരും. അതൊന്ന് ടപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ച് ഓൾ ഇട്ട് വയ്ക്കുക. ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.